ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ പ്രവാസി ജീവനക്കാർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനകരമായ തീരുമാനവുമായി അധികൃതർ. രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി ജീവനക്കാർക്ക് ഒരു വർഷത്തിനു ശേഷം മറ്റൊരു സംരംഭത്തിലേക്ക് വിസ മാറ്റം അനുവദിക്കുന്ന പുതിയ തീരുമാനം കൈക്കൊണ്ടതോടെയാണിത്. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ കൈമാറ്റം സംബന്ധിച്ച നിയന്ത്രണങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ പ്രഖ്യാപിച്ചു. ഈ മേഖലയ്ക്കുള്ളിലെ തൊഴിലാളികളെ മാറ്റുന്നതിനാവശ്യമായ കാലാവധി 3 വർഷത്തിൽ നിന്നും 1 വർഷമായി കുറയ്ക്കുന്നതാണ് അവയിൽ പ്രധാനം. എങ്കിലും ഈ മാറ്റം നിലവിലെ തൊഴിലാളിയുടെ സ്പോൺസറുടെ അംഗീകാരത്തിന് വിധേയമായിരിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. ഇതുപ്രകാരം SMEകളിൽ 1 വർഷമായി ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നിലവിലെ സ്പോൺസറുടെ അനുമതിയോടെ വിസ മാറ്റം സാധ്യമാണ്. എന്നാൽ SME മേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്കുള്ള കൈമാറ്റം ഇപ്പോഴും അനുവദനീയമല്ലെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. നിലവിലെ സംരംഭത്തിൽ നിന്നും മറ്റൊരു SMEയിലേക്ക് മാത്രമേ വിസ ട്രാൻസ്ഫർ അനുവദിക്കുകയുള്ളൂ. അല്ലാതെ മറ്റ് സ്വകാര്യ തൊഴിൽ മേഖലകളിലേക്ക് SME വിസ മാറ്റാൻ അനുവാദമില്ല. നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കാതെ സെക്ടറുകൾക്കിടയിൽ തൊഴിലാളികൾ മാറുന്നത് തടയാനാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നതെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനാണ് വിസ ട്രാൻസ്ഫർ നിയന്ത്രണങ്ങളിൽ ഇത്തരമൊരു ഇളവ് പ്രഖ്യാപിച്ചതെന്നാണ് വിലയിരുത്തൽ. SME പ്രോജക്റ്റുകൾ കുറവായതിനാലോ അവരുടെ തൊഴിലാളികളെ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള കഴിവില്ലായ്മ മൂലമോ പല സംരംഭങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ കാലയളവ് 3 നിന്നും 1 വർഷമാക്കി ചുരുക്കിയതോടെ ബിസിനസ്സുകൾക്ക് തങ്ങളുടെ ജീവനക്കാരെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സൗകര്യം നൽകും. ഇത് ബിസിനസ്സുകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. കമ്പനികൾക്ക് ഇപ്പോൾ ഈ മേഖലയ്ക്കുള്ളിലെ വ്യത്യസ്ത റോളുകളിലേക്ക് തൊഴിലാളികളെ മാറ്റാൻ സാധിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന വിപണി സാഹചര്യങ്ങളോടും തൊഴിൽ ആവശ്യങ്ങളോടും പൊരുത്തപ്പെടാൻ ബിസിനസ്സുകളെ പ്രാപ്തമാക്കുമെന്നും മാൻപവർ അതോറിറ്റി അഭിപ്രായപ്പെട്ടു. ഷാർജയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ നഴ്സറികളിലും അധ്യാപനത്തിന്റെ ഔദ്യോഗിക ഭാഷ അറബിയാക്കണമെന്ന നിർദ്ദേശവുമായി UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. ഷെയ്ഖ് സുൽത്താന്റെ അധ്യക്ഷതയിൽ ഷാർജ യൂണിവേഴ്സിറ്റിയിലെ അക്കാദമി കെട്ടിടത്തിൽ ഇന്നലെ ചേർന്ന ഷാർജ എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റ് യോഗത്തിലാണ് ഈ നിർദ്ദേശം. എമിറേറ്റിലെ വിദ്യാഭ്യാസത്തിന്റെയും സാംസ്കാരിക സ്വത്വത്തിന്റെയും അടിസ്ഥാന ഘടകമായി അറബി ഭാഷയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഈ തീരുമാനം ലക്ഷ്യമിടുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി 53 GB സൗജന്യ ഡാറ്റ ഓഫറുമായി വരുന്ന സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ തട്ടിപ്പാണെന്നും അതിൽ വീണുപോകരുതെന്നും വ്യാജ ഓഫറുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും UAE ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളായ EN അറിയിച്ചു. നിലവിൽ ഈദ് അൽ ഇത്തിഹാദ് എന്ന് വിളിക്കുന്ന UAEയുടെ 53ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് 53 GB സൗജന്യ ഡാറ്റ പാക്കേജ് സ്വന്തമാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി രാജ്യത്ത് വ്യാപകമായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം. അതിനിടെ UAE ദേശീയ ദിനാഘോഷങ്ങൾക്കായി ഷാർജയിലെ ദിബ അൽ ഹിസിൻ കോർണിഷ് റോഡ് 2 ആഴ്ച 2 വഴികളും താൽക്കാലികമായി അടയ്ക്കുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. ദിവാൻ അൽ അമീരി സ്ക്വയറിൽ നിന്നും ഹെറിറ്റേജ് വില്ലേജ് സ്ക്വയറിലേക്കുള്ള റോഡിന്റെ ഭാഗത്തേക്ക് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 5:30 വരെ പ്രവേശിക്കാൻ സാധിക്കില്ല. റോഡ് അടച്ചിടുന്ന സമയത്ത് വാഹനമോടിക്കുന്നവർ പകരം റോഡുകൾ സ്വീകരിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഈ വർഷത്തെ 53ാമത് ദേശീയ ദിനാഘോഷം ഈദ് അൽ ഇത്തിഹാദ് എന്ന പേരിലാണ് നടക്കുന്നത്. 1971 ഡിസംബർ 2 നടന്ന എമിറേറ്റുകളുടെ ഏകീകരണത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. സാധാരണയായി രാജ്യത്തിന്റെ ഭരണാധികാരികളും നേതാക്കളും പങ്കെടുക്കുന്ന ഔദ്യോഗിക ഈദ് അൽ ഇത്തിഹാദ് ആഘോഷങ്ങൾ അൽ ഐനിൽ വെച്ചാണ് നടക്കുക. ആഘോഷങ്ങൾക്കായുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ് അധികൃതർ. UAEയുടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി വൻ വിജയമെന്ന് വിലയിരുത്തൽ. ജനസംഖ്യയുടെ 90% പേർക്കും വാക്സിൻ ഉപയോഗിച്ച് തടയാവുന്ന 14 രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് അണുബാധ നിയന്ത്രണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇൻഫ്ലുവൻസ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തുടങ്ങിയവയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ പരിപാടികൾ വിപുലീകരിക്കുന്നതിൽ UAE ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തിയതായി അബുദാബി ഹെൽത്ത് സർവീസ് കമ്പനിയുടെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ
ഡോക്ടർ നവാൽ അൽ ഖബി അറിയിച്ചു. റിയാദ് മേഖലയിലെ തയ്യൽ കടകളിൽ നടത്തിയ പരിശോധനയിൽ സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതിനും തയ്യൽ ചെയ്യുന്നതിനുമുള്ള ചട്ടങ്ങൾ ലംഘിച്ച സ്ഥാപനങ്ങൾക്കെതിരെ അധികൃതരുടെ നടപടി. സൈനിക വസ്ത്രക്കടകളും തയ്യൽ കടകളും നിരീക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ സമിതി നടത്തിയ പരിശോധനയിൽ 2 കടകളിൽ നിന്നും വസ്ത്രങ്ങളിൽ പതിക്കുന്നതിനായുള്ള 20,000 സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും കണ്ടുകെട്ടി. ഇതിനോടൊപ്പം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് റിയാദ് റീജിയണൽ മാൽറ്റി 9 ശരീര സംരക്ഷണ കേന്ദ്രങ്ങൾ അടച്ചു. ലൈസൻസില്ലാതെ പ്രവർത്തിക്കുന്ന സൈനിക വസ്ത്രങ്ങൾക്കായുള്ള 2 അനധികൃത തയ്യൽ കടകളും സമിതി അടച്ചുപൂട്ടി. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി സുരക്ഷാ സമിതി തുടർച്ചയായ പരിശോധനാ പര്യടനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. റിയാദ് മേഖലയിലെ അമീറിന്റെയും ഡെപ്യൂട്ടി അമീറിന്റെയും നിർദ്ദേശം അനുസരിച്ചായിരുന്നു പരിശോധന ക്യാമ്പയിൻ. നാഷണൽ ഗാർഡ് മന്ത്രാലയം, വാണിജ്യ മന്ത്രാലയം, പ്രസിഡൻസി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി, റിയാദ് റീജിയണൽ പോലീസ് റീജിയണിന്റെ മാൽറ്റി, റിയാദ് മേഖലയിലെ ലേബർ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിശോധനാ ക്യാമ്പയിനിൽ പങ്കെടുത്തു. അതേസമയം ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് റിയാദ് റീജിയണൽ മാൽറ്റി 9 ശരീര സംരക്ഷണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 293 സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും നിയമലംഘനങ്ങൾ കണ്ടെത്താനും 1434 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്താനും സാധിച്ചു. ആരോഗ്യ ആവശ്യകതകളും അംഗീകൃത റെഗുലേറ്ററി മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മൊത്തം 413 പരിശോധനാ റെയ്ഡുകൾ നടത്തിയതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ആവശ്യമായ യോഗ്യതകളില്ലാതെ സ്പെഷ്യലൈസ്ഡ് ജോലികൾ ചെയ്യുന്ന നിരവധി പേരെ പരിശോധനയിൽ കണ്ടെത്തി. തൊഴിലാളികൾ യൂണിഫോം ധരിക്കാത്തതും പൊതുവായതും വ്യക്തിഗതവുമായ ശുചിത്വമില്ലായ്മയും വൃത്തിഹീനമായ ഉപകരണങ്ങളും പരിശോധനയിൽ റിപ്പോർട്ട് ചെയ്തു. ഡിറ്റർജന്റുകൾ, അണുനാശിനികൾ, ഉപകരണങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ സൂക്ഷിക്കാതിരിക്കുക, ഭിത്തികളിലും നിലകളിലും വിള്ളലുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ മോശം അവസ്ഥ തുടങ്ങിയ അപാകതകളും പരിശോധനയിൽ കണ്ടെത്തി. റിയാദിലെ താമസക്കാർക്കും സന്ദർശകർക്കും നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും ആരോഗ്യ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് റെയ്ഡുകളെന്നും പരിശോധനകൾ തുടരുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.